Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളിൽ ആദ്യത്തെ ബേസിക് ചോദ്യങ്ങൾ ഏതെങ്കിലും വന്നാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് HRM-ന്റെ ക്യാരക്ടറൈസ്റ്റിക്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ബേസാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം, ഇമ്പോർട്ടൻസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഒരു സജഷൻ. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ചലഞ്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതും ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. അതാണ് മറ്റൊരു സജഷൻ, നിർബന്ധമായും പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ട്രെയിനിങ് എന്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് എന്താണ്, ദെൻ അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, ട്രെയിനിങ്ങിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അത് നോക്കാം. മെത്തേഡ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ട്രെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം പലപ്പോഴും റിപ്പീറ്റാണ്. ദ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം SCക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മറ്റൊരു SC ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന SC ചോദ്യങ്ങൾ ഇതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ ഗ്രീവൻസസ് എന്താണ്, കോസസ് ഓഫ് ഗ്രീവൻസസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു SC ചോദ്യം. ദെൻ നെക്സ്റ്റ് മാൻ പവർ പ്ലാനിങ് എന്താണ്, ഇതും എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് കേട്ടോ. മാൻ പവർ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം SCക്ക്, അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാർട്ട് ബിയിലോ അങ്ങനെയൊക്കെ കാണാറുള്ളൊരു ചോദ്യമാണ്. മാൻ പവർ പ്ലാനിങ് എന്താണ്, അതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. മാൻ പവർ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ് മാറി റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല, കണ്ടുവന്നിട്ടുള്ള 1-2 സജഷനും കൂടി നൽകുകയാണ്. അതിലൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻ്റ് ആണ്. പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് എന്താണ്, ഓക്കെ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫോംസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ദെൻ അതിൻ്റെ ഫോംസും റിപ്പീറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല, ബട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ മറ്റൊരു സജഷൻ വെയ്റ്റ് സിസ്റ്റം, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വെയ്റ്റ് സിസ്റ്റം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വെയ്റ്റ് സിസ്റ്റം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഒരു പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരാറുള്ള ഒരു SC മാറി ഇതിൽ വന്നിട്ടുണ്ട്. അതായത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ MBO എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് ശരിക്കും. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ
ആദ്യം പറഞ്ഞതാണ് HRM, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ ചലഞ്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ട്രെയിനിങ്, അതിൻ്റെ മെത്തേഡ്സ്, സ്റ്റെപ്സ്, പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ മെത്തേഡ്സ്, പ്രോസസ്സ്, ഗ്രീവൻസസ്, കോഴ്സസ്, മാൻ പ്രോ പ്ലാനിങ്. ഈ ഫസ്റ്റ് 6 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ essay 2 എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞ ഈ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ്, വെയ്റ്റ് സിസ്റ്റത്തിൻ്റെ മെത്തേഡ്സ്, MBO, ഇതൊക്കെ അങ്ങനെ റിപ്പീറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല, എന്നാലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.